ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പടൂട്ടാനാണ്. ഇന്നിത്തണ്ടും അതുപോലെ തന്നെ പൂളിയും വെച്ചിട്ടാണ് നമ്മൾ പടൂട്ടാൻ ഉണ്ടാക്കുന്നത്. ഞങ്ങളവിടെ വാഴത്തണ്ടിനാണ് കേട്ടോ ഇന്നിത്തണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വാഴക്കുല വെട്ടിയപ്പോൾ ഇതിൻ്റെ ഇന്നിത്തണ്ട് പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് അത് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇന്നിത്തണ്ടിൻ്റെ കൂടെ ചെറുപയർ ഇട്ട് വെക്കാം, അതുപോലെ മുതിര ഇട്ട് വെക്കാൻ പറ്റും. അതുപോലെ കുറേ കൂട്ടാനുകൾ ഇതേപോലെ ഈ ഇന്നിത്തണ്ട് വെച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ വാഴ നമുക്ക് തന്നെ അറിയാമല്ലോ, പല വിധത്തിലുള്ള ഉപകാരങ്ങൾ വാഴേനെ കൊണ്ടുണ്ട്. വാഴേൻ്റെ ഇല ഉപയോഗിക്കുക, അതുപോലെ വാഴത്തട്ട, വാഴക്കൊല, വാഴപ്പഴം, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ നാര് നമ്മൾ ഓലക്കൊടി കെട്ടാനൊക്കെ നമ്മൾ യൂസ് ചെയ്യലുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മളിത് യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വാഴേൻ്റെ തൊണ്ട്, അതായത് ഇന്നിത്തണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ ഉമ്മ ഇങ്ങനെ ഇതുണ്ടാക്കുമ്പോഴൊക്കെ ഈ ഉമ്മാൻ്റെ കയ്യിൽ കണ്ടില്ലെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ നാര് ഇങ്ങനെ ചുറ്റി പണിഞ്ഞ് കണ്ട്. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു ഈ നാര് ചുറ്റിയത് എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമാണ്. അത് ഇങ്ങനെ ചുറ്റി നമ്മൾ ഈ അരിയുമ്പോൾ കയ്യിരുമ്പോൾ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവർ ഇടുമല്ലോ. അപ്പോൾ അതേമാതിരി ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മുടെ കയ്യിനെ. അപ്പം ഞാനിതെടുത്തുകൊണ്ട് നമ്മൾ ഈ ചെറുപ്പത്തിൽ കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സാധനം എടുത്തിട്ടൊക്കെ ആയിരുന്നു കൈമലൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ വെച്ചിട്ടായിരുന്നു ഇതാക്കേണ്ടത്, നമ്മൾ അരിഞ്ഞിട്ടൊക്കെ ചെയ്തിട്ടത്. അപ്പോൾ ഇത് അരിയാൻ വേണ്ടിയിട്ട് ഉമ്മ ആദ്യം ഇങ്ങനെ എല്ലതും ഇങ്ങനെ സമമായിട്ട് ഇങ്ങനെ മുറിച്ച് വെക്കും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ വട്ടൊക്കെ എല്ലാം കൂടെ നമ്മൾ ഒരു അട്ടി ആയിട്ടിടും. എന്നിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആ നീളത്തിലുള്ള എല്ലാം കൂടെ ഇങ്ങോട്ട് വെച്ചിട്ട് നേരെ ചെറുതായിട്ട് സ്ക്വയർ രൂപത്തിലാക്കി മാറ്റും. അങ്ങനെയാണ് ഈ വാഴേൻ്റെത് അരിയല്ലേ. ഉമ്മ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഉമ്മാൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യും. പക്ഷെ ശരിക്കും നമ്മൾ അങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഉമ്മ പറയില്ല, നമ്മൾ വള്ളൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇപ്പം എങ്ങനെ ആയാലും ഇപ്പം ഈ ഒരു സ്ക്വയർ കണക്കിനൊന്നുമല്ലല്ലോ പോലെ, നമ്മൾ ചവച്ചരച്ചിട്ടൊക്കെ അല്ലേ പോവല്. അപ്പം എങ്ങനെ അരിഞ്ഞാലും ഒരു കുഴപ്പമില്ല, ആ ടേസ്റ്റിൽ വ്യത്യാസം വരാത്തൊരു വിധത്തിൽ അരിഞ്ഞാൽ മതി. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ കുറേ ഷേപ്പ് നോക്കിയിട്ടൊന്നും കാര്യമില്ല എന്നാണ് ഉമ്മാൻ്റെ വാദം. ഉമ്മ ഏതായാലും അങ്ങനെ അരിയണുണ്ട്. ഞാൻ ഈ ഇത് കഴിഞ്ഞിട്ട് വേണം ഉമ്മാൻ്റെ കഴിക്കുന്ന സാധനം വാങ്ങാൻ കരുതി നിൽക്കുകയാണ്. അത് നല്ല രസമാണ്. നമ്മളിങ്ങനെ ഒരു മാതിരി ഇങ്ങനെ നിൽക്കും. അത് എൻ്റെ നല്ല കുഞ്ഞേതയ്ക്കാണ്ട് ഇതിങ്ങനെ അരിഞ്ഞ് വെക്കണുണ്ട്, ഇങ്ങനെ ഓരോ അട്ടി വെച്ച് കാണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇച്ചുട്ടി ഉണ്ട്. ഇച്ചുട്ടിക്ക് ഈ ഓരോ അട്ടി വേണം. എന്നിട്ട് ഓരോ അട്ടിയിൽ നിന്ന് ഈ ഒരു ഇതെടുക്കും. എന്നിട്ട് ഓനത് കഷ്ണം മുറിക്കലും പിന്നെ എല്ലാം കൂടി ഓനും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ പണിക്ക്. നല്ല രസമാണ്. ഓനെ വെച്ചാണ് ഇപ്പോൾ ഇങ്ങനെ മഞ്ചമ്മലൊക്കെ കയറി നിൽക്കാനും അതേമാതിരി മഞ്ചമ്മക്കൊക്കെ എത്തുന്നുണ്ട്. മഞ്ചാന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെക്കും ചെയ്യാം, മേലെ നമുക്ക് ഇരിക്കും ചെയ്യാം. അപ്പോൾ എന്നിട്ട് അവിടെ വെച്ചേക്കേനി. അപ്പോൾ അതെടുത്തുകാണ്ട് ഓൻ്റെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഉമ്മ അത് വട്ടത്തിൽ മുറിച്ച് വെച്ച ആ വാഴത്തണ്ട് ഇന്നിത്തണ്ട് ഓനെ മുറിച്ചാണ്ട് ഓനെ തൊള്ളിക്കൊക്കെ ഇടുന്നുണ്ട്. അതിന് ശേഷം പൂളെടുത്ത് കണ്ട് അതിൻ്റെ തോല് ചെത്തിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇസു രാവിലെ നീറ്റതേനു. അപ്പോൾ അവൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് എന്നിട്ടാണ് ഞാൻ പിന്നെ അതിനൊക്കെ വന്നിരുന്നത്. അപ്പോൾ പൂളൻ്റെ തോല് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. റെഡ് തോലൊക്കെ ചെത്തി അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മാൻ്റെ ഗുളികത്തോലുണ്ടായിരുന്നു താഴത്ത്, അതൊക്കെ എടുത്തുകൊണ്ട് ഇസു നിലത്തേക്ക് ഉമ്മ പൂളത്തോല് ചെത്തിക്കൊക്കെ കൊണ്ടുപോയിടുന്നുണ്ട്. ഓൻ്റെ വക ഓൻ്റെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യണതൊക്കെ. അപ്പം എന്നിട്ട് അത് ഇടണുണ്ട്. അത് ഉദ്ദേശം വേറെ ഒന്നുമല്ല, എങ്ങനെയെങ്കിലും ആ പാത്രം വലിച്ച് താഴെ ഇടണം. എന്നിട്ട് വേണം ഓൻ അതിൻ്റെ തൊള്ളിക്കെടുത്താണ് തൊള്ളിക്കിടാൻ. എന്ത് സാധനം കിട്ടാലും തൊള്ളിക്കിടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓനത് എടുക്കണത്. അപ്പോൾ ഒക്കെ എത്തലൊടുങ്ങിക്കണം, മഞ്ചമ്മക്കൊക്കെ എത്തലൊടുങ്ങിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനവും എടുത്തുകൊണ്ട് മഞ്ചമ്മന്ന് എടുത്താണ് താഴത്തേക്കിടും. എന്നിട്ട് അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ തോലെടുത്ത് തൊള്ളിക്കിടുന്നുണ്ട്. ആ മണ്ണ് പോരൻ്റെ തോലൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ ഓനെ കൊണ്ട് തന്നെ വെപ്പിച്ചനൊക്കെ ഉണ്ട് അവിടെ. പിന്നെയും എടുക്കും പിന്നെയും വെക്കും. അങ്ങനെ ഓനും അതേമാതിരി ഈ പൂളത്തോലെല്ലാം കൂടെ ഇക്കാണ്ട് അങ്ങനെ പൂള തൊളിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ പൂളൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു എക്ക് വരുമ്പോൾ, എക്കറിന് ആ ഒരു കുഴി മാതിരി ഉണ്ടല്ലോ, അങ്ങനെ വരുമ്പോൾ തൊലിക്കാൻ ഭയങ്കര ഇടങ്ങേറാണ്. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ ചെത്തി ഇങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ തൊലിക്കാൻ ഭയങ്കര ഇടങ്ങേറാണ്. ഉമ്മ ഇങ്ങനെ പറയുന്നേ ആ എക്ക് വരാൻ പാടില്ല, പൂളാകുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് തൊലിക്കാൻ സുഖം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഉമ്മ.
അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്താൽ നിങ്ങൾക്ക് പഠിച്ചവൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞിക്കാണ്ട് ഉമ്മാനെ കളിയാക്കിക്കാണ്ട് അങ്ങനെ ഉമ്മാനായിട്ടും കുസുകുസ് പറഞ്ഞുകൊണ്ടാണ് ഓരോന്നോരോന്ന് ചെയ്യണത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇസുവിൻ്റെ ഓരോ ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും, അതും വേണം നോക്കുക. എല്ലാം കൂടെ കണ്ട് അത് അങ്ങനെ തൊലിച്ചു ഉണ്ടാവും. ഇതൊക്കെ തൊലിച്ചുകാണ്ട് ഇനി കഴുകിയിട്ട് വേണം നമുക്ക് ഇതിലിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യം നമ്മൾ എണ്ണിത്തണ്ട് കഴുകിക്കാണ്ട് കുക്കറിലിടുക. എന്നിട്ട് അതിന് ശേഷം കുക്കറിൽ എണ്ണിത്തണ്ട് നല്ലോണം കഴുകണം കേട്ടോ, അതിൻ്റെ കറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകി കളയണം. എന്നിട്ട് കുക്കറിലിട്ടതിന് ശേഷം എന്നിട്ടാണ് നമ്മൾ പൂളിടേണ്ടത്. രണ്ടും എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം പൂളിട്ടിക്കാണ്ട് ഇന്നിത്തണ്ടിട്ടാലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. ആദ്യം അരിഞ്ഞ് വെച്ചത് ഇന്നിത്തണ്ട് ആയതുകൊണ്ട് നമ്മൾ ഇന്നിത്തണ്ട് ഇടണമെന്നുള്ളൂ. അപ്പോൾ ഇന്നിത്തണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൂള നല്ലോണം തോലൊക്കെ തൊലിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ തൊലിച്ച പൂള നമ്മൾ ഇതാക്കിക്കാണ്ട് അരിഞ്ഞ് നമ്മൾ പൂള അരിയലല്ല, പൂള കൊത്തി നുറുക്കലല്ലേ. അപ്പോൾ കൊത്തി നുറുക്കിക്കാണ്ട് നമ്മൾ കുക്കറിലിട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഒരു കഷ്ണം നിലത്തേക്ക് വീണ്, നമ്മളെ കുട്ടിക്ക് നിലത്തേക്ക് വീണാൽ എന്തായാലും പറ്റും. തിന്നാൻ കൊടുക്കുന്ന സാധനം തിന്നാത്തതുള്ളൂ. നിലത്തേക്ക് വീണ എന്ത് സാധനം നമ്മളെ കുട്ടി തിന്നും. അപ്പോൾ ആ പൂളക്കേങ്ങും കുട്ടി തൊള്ളി കഴിയണം. പിന്നെ പൂളല്ല പിന്നെ കുഴപ്പമില്ലല്ലോ, അപ്പോൾ തിന്നോട്ടെ എന്ന് കരുതി അത് കഴുകിക്കാണ്ട് അത് കൊടുത്തു. അതിൻ്റെ ഇടയിൽ അത് കൊടുത്തു. എന്നിട്ട് പിന്നെ ഓന് ആ പൂളക്കേങ്ങ് തൊള്ളിയിലിട്ടാണ് ഇങ്ങനെ നിന്നതുകൊണ്ട് കുറച്ച് നേരം ഓൻ്റെ അത് ഉണ്ടാവില്ല. അപ്പോൾ ഓനവിടെ ഇങ്ങനെ ഇരിക്കും, എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടിയാൽ, ഇങ്ങനത്തെ എന്തെങ്കിലും നിലത്തുനിന്ന് എന്തെങ്കിലും കിട്ടിയാൽ. എന്നിട്ട് അത് പൂളക്കേങ്ങ് കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അതിക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുറച്ച് വെള്ളം പാർന്ന് കൊടുത്തുകൊണ്ട് കുക്കർ നമ്മൾ ഗ്യാസുമ്മേൽ വെക്കുക. അപ്പോൾ കുക്കർ നമ്മൾ ഗ്യാസുമ്മേൽ വെക്കണം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് ഗ്യാസുമ്മേൽ വെക്കുന്നത്. കുറച്ച് വെള്ളം പാരണേ. ആ വെള്ളം പാർന്നില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം പാരാൻ മറക്കരുത്. കുറച്ച് വെള്ളം പാർന്നാൽ മതി. ഒരു ഗ്ലാസ്സിൽ ഒരു പകുതിയൊക്കെ വെച്ചാൽ മതി. എന്നാൽ തന്നെ അതിൽ എമ്പാടും ഉണ്ടാവും വെള്ളം. എന്നിട്ട് നമ്മൾ കുക്കർ മൂടി വെച്ചാണ് ഗ്യാസുമ്മ വെക്കാം. എന്നിട്ട് ഗ്യാസുമ്മ വെച്ചുകൊണ്ട് നമ്മളൊരു 4-5 വിസിലൊക്കെ വേണം ശരിക്കിന്. പക്ഷേ ഞങ്ങളെ കുക്കറിന് ചെറിയൊരു കേടൊക്കെ ഉണ്ടായതുകൊണ്ട് കുറേ കാലമായില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഒരു 7-8 വിസിൽ വേണം, എന്നെങ്കിലേ ഇതാവുള്ളൂ. എന്നിട്ട് ഇനി അയക്കുള്ള അരപ്പുണ്ടാക്കാനുള്ള പണിയാണ് അടുത്തത്. അപ്പോൾ ഉമ്മ അരപ്പുണ്ടാക്കാൻ തേങ്ങ വേണമല്ലോ, തേങ്ങ ചിരണ്ടാനുള്ള മടി കൊണ്ട് ഉമ്മ തേങ്ങ പൂണ്ടിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിക്കാണ്ട് മിക്സിയിലിട്ടാൽ ഇതാക്കണ്ടല്ലോ, ചിരണ്ടല്ലോ ഭയങ്കര പണിയാണ്. എനിക്കും ഉമ്മാക്കും നല്ല മടിയാണ് ചിരണ്ടാൻ. പിന്നെ പോരാത്തിന് മടി മാത്രമല്ല, ഇന്നലെ നിലത്തേക്ക് വീണുകാണ്ട് നല്ല പൊട്ടൽ പൊട്ടിയിരിക്കണേ. അപ്പോൾ തേങ്ങ പൊട്ടിച്ചപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് തേങ്ങ പൊട്ടിയത്. അപ്പോൾ ചിരണ്ടാൻ ഭയങ്കര പണിയാണ്. ഇനിയിപ്പോൾ ചിരണ്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യുമ്മലൊക്കെ തട്ടും. അപ്പോൾ അത് വേണ്ടല്ലോ, വെറുതെ അപ്പം അതിന് റിസ്ക് എടുക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, തേങ്ങ പൂണ്ടിട്ട് ചെറിയ കഷ്ണമാക്കും. ചിലപ്പോൾ ചെറിയ കഷ്ണമൊന്നും ആക്കൊന്നുമില്ല. അതേമാതിരി തന്നെ മിക്സിയിലിട്ടു. മിക്സിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ മിക്സിയിൽ ജസ്റ്റ് തന്നെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എന്നിട്ട് മിക്സിയിലിട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ അതിലേക്ക് അരക്കാം. അപ്പോൾ അതാണ് നമ്മളെ പ്ലാന്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ചേർക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ തേങ്ങ പൂണ്ടുകാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തേങ്ങയ്ക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചീരുള്ളി പറഞ്ഞാൽ 2-3 ചീരുള്ളീൻ്റെത്, പിന്നെ അതേമാതിരി ഒരു 4-5 വെളുത്തുള്ളീൻ്റെ വെളുത്തുള്ളീൻ്റെ അല്ലി കേട്ടോ, പോണല്ല വെളുത്തുള്ളീൻ്റെ അല്ലിട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം ക്രഷ് ചെയ്തെടുക്കുക. അരക്കല്ല വേണ്ടത്, ക്രഷ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ ചതക്കാണ് ചെയ്യുന്നത്. തേങ്ങയും പിന്നെ അതേമാതിരി ഇതൊക്കെ ഇട്ടുകൊണ്ട് ചതക്കാണ് ചെയ്യുന്നത്. 2 പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് അരക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പൂളൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂളാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ പൂളിൻ്റെ ഇടയിൽ കൂടെ ഇച്ചുട്ടി കൈ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമ്മ ഇച്ചുട്ടിക്ക് ഒരു തേങ്ങാപ്പൂൾ കൊടുക്കുന്നുണ്ട്. ഓന് തേങ്ങാപ്പൂൾ തിന്നാനൊന്നും വയ്ക്കൂല, എന്നാലും വെറുതെ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാൻ മോശമാണല്ലോ, ചെറിയ കുട്ടിയല്ലേ ചോദിക്കുന്നത്, അപ്പോൾ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഓനും ചെറിയ കഷ്ണം കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ തേങ്ങ എടുത്ത തേങ്ങൻ്റെ കോലം കണ്ടില്ലേ, കണ്ടാൽ തന്നെ മനസ്സിലാവും ചിരണ്ട ഭയങ്കര ഇടങ്ങാറാണെന്നുള്ളത്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെടുത്തത്. അപ്പോൾ ഈ തേങ്ങ ചിരണ്ടാക്കുമ്പോൾ പൂളുമ്പോൾ നമ്മൾ മൂർച്ചയില്ലാത്ത കത്തിയിട്ട് വേണം പൂളാൻ, അല്ലെങ്കിൽ കയ്യുമ്മ പാടുണ്ടാവും, മുറിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അരപ്പൊക്കെ ചേർക്കുന്ന സാധനങ്ങൾ. എന്തൊക്കെയാണ് ഇതിലുള്ളത്? പച്ചമുളക് ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, അതേമാതിരി ചീരുള്ളി ഉണ്ട്. വെളുത്തുള്ളി ഇപ്പോൾ വരും കേട്ടോ. വെളുത്തുള്ളി ഇമ്മ തൊളിച്ചുകൊണ്ട് നിൽക്കണുള്ളൂ. വെളുത്തുള്ളി തൊളിച്ച് മുഴുവനായിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വെളുത്തുള്ളിയും ചീരുള്ളിയും പിന്നെ പച്ചമുളകും ഉണ്ട്. നമുക്കിത് മിക്സിയിലിട്ടാണ്ട് അരക്കട്ടോ. അപ്പോൾ മിക്സിയിലിട്ടാണ് നമ്മളിനി അരക്കല്ല ചതക്കുക. വല്ലാതെ അരക്കണ്ട. അരിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ കൂട്ടാനിൻ്റെ ആ ഒരു ഇതാണ് പോവും, രസമാണ് പോവും. അപ്പോൾ നമ്മൾ ചതക്കാനേ പാടുള്ളൂ. അപ്പോൾ ചതച്ചുകാണ്ട് കൊടുക്കുന്നതിന് ഇനി ചതച്ച് കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യും, ഇനി നേരെ ഇനി പണിയൊന്നുമില്ല. ഇനി നമ്മൾ എന്താണ് വെന്ത ഇന്നിത്തണ്ടും പൂളി ഉണ്ടല്ലോ, അതിക്ക് നമ്മൾ ഈ ചതച്ച സാധനം ഇട്ട് കൊടുക്കുക. ചതച്ച സാധനം ഇട്ട് കൊടുക്കണതിന് മുന്നേ അമ്മ നല്ലോണം ഇളക്കണുണ്ട്. അത് ഇങ്ങനെ അപ്പം ഇളക്കാതല്ല വെച്ചത്. അപ്പോൾ നല്ലോണം ഇളക്കിക്കാണ്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അമ്മ ഇട്ട് കൊടുത്തോട്ടെ. അപ്പം ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ചാൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ എല്ലായിടത്തും പായിച്ചുണ്ടാവും. എന്നാലും ഉമ്മാൻ്റെ വകര ഇളക്കൽ. അപ്പോൾ ഇളക്കിക്കാണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ചതച്ച് വെച്ച തേങ്ങയും അരപ്പുണ്ടല്ലോ, ആ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കുക. ആ മിക്സിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ബാക്കിയുള്ള തേങ്ങ ഉണ്ടാവുമല്ലോ, ആ തേങ്ങ കൈക്കടുപ്പ് വന്നോട്ടെ, വെറുതെ ഇനിയിപ്പോൾ അതൊന്നും കളയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം പാർന്നുകൊണ്ട് ഇതാക്കുക. എന്നിട്ട് നല്ലോണം അത് യോജിപ്പിക്കുക. ഉമ്മാൻ്റെ വക ഇപ്പോൾ ഒന്ന് കുറച്ച് ഇളക്കം ഏറിയിരിക്കണു, ക്യാമറ കണ്ടിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇളക്കം മീൻസ് ഇതിലുള്ള ഇളക്കട്ടോ. എന്നിട്ട് അതിൽ നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് മിക്സിക്ക് കുറച്ച് വെള്ളം പറഞ്ഞുകൊണ്ട് ആ മിക്സിൻ്റെ വക്കത്തുള്ള തേങ്ങക്കയിൽ ഇതായിക്കോട്ടെ. നമ്മൾ വെറുതെ ഇനിയിപ്പോൾ അതൊന്നും വേസ്റ്റാക്കി കളയണ്ട, ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ ഇതാക്കിക്കാണ്ട് ചുറ്റിപ്പാരം. അപ്പോൾ ചോറ്റി പറഞ്ഞുകാണ്ട് ഇനി അത് നമ്മൾ നല്ലോണം ഇതാക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഇമ്മ കുറച്ചുകൂടെ ഒക്കെ വെള്ളം പാരുന്നുണ്ട്. ഒന്ന് തിളപ്പിക്കുമ്പോൾ നല്ലോണം അതിങ്ങനെ കട്ടിയായി വരും, കുറുന്നനായിട്ട് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ലൂസായി കണ്ടാൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെറുതെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇങ്ങനെ വരും, ഇങ്ങനെ ചെറിയ കുമിളകൾ ഇങ്ങനെ വരും. മുട വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതെടുത്തുകാണ്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റായിട്ട് ഇത് മാത്രം മതി ചോറുന്നാൻ ശരിക്കിന്. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റാണ്. വേറെ ഒന്നും കൂട്ടാൻ നമുക്ക് ആവശ്യമില്ല. ഈ ഒരു കൂട്ടാൻ ഉണ്ടായിട്ടുണ്ട് ചെയ്യില്ലേ. ഇതിപ്പോൾ എൻ്റെ ചുട്ടിക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. ചുട്ടിയൊക്കെ ടേസ്റ്റ് ചെയ്ത് കണ്ട് നല്ല ചീരയൊക്കെ ചേർച്ചിരുന്നു. ചുട്ടിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും കൂട്ടാൻ നല്ല ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മക്ക് കണ്ടിട്ട് സഹിച്ചിന്. ഞമ്മ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നാമച്ച് നോക്കണുണ്ട് എന്താ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉപ്പ് കുറവേന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഉമ്മ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കല്ലുപ്പിടരുത് കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ പിന്നെ കല്ലുപ്പിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കല്ലുപ്പൊക്കെ അടിച്ചു. അപ്പോൾ നമ്മൾ പൊടിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഉമ്മ പിന്നെയും വെള്ളം വരുന്നു. ഉമ്മക്ക് അത്രയ്ക്ക് കുറുന്നനായിക്കാണ്ടുള്ളത് ഇഷ്ടമില്ല. കുറച്ച് വെള്ളത്ത് കൊടുക്കാനാണ് ഇഷ്ടം. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഉമ്മ വെച്ചാൽ പ്രത്യേക ടേസ്റ്റാണ്. പോരാത്തിന് ഈ പടുകൂട്ടാൻ ഭയങ്കര രസമാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഈ ഒരു തന്നെ മതി എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ. പിന്നെ നമ്മൾ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് വല്ല മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ഉണ്ടാക്കും, ചെറിയ സൈഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.